നവംബർ 30 ക്രിസ്തു ശിഷ്യനായ വിശുദ്ധ അന്ത്രയോസ് ശ്ലീഹായുടെ തിരുനാൾ തിരുസഭ ആഘോഷിക്കുന്നു. AD 5-നും AD 10-നും ഇടയിൽ പാലസ്തീനായിലെ പ്രമുഖ മത്സ്യബന്ധന തുറമുഖമായ ബെത്സേദായിൽ യോന ജോവാന ദമ്പതികളുടെ മകനായി വിശുദ്ധ അന്ത്രയോസ് ജനിച്ചു. ശിമയോൻ പത്രോസിന്റെ സഹോദരനാണ് അന്ത്രയോസ്. യേശുക്രിസ്തുവിനെ അനുഗമിച്ച ആദ്യകാല ശിഷ്യന്മാരിൽ ഒരുവൻ. സുവിശേഷത്തിൽ നാം അന്ത്രയോസ് ശ്ലീഹായെ കാണുന്നത് യേശുനാഥൻ അപ്പം വർദ്ധിപ്പിക്കുന്നിടത്താണ്. വിശന്നു വലഞ്ഞ ജനത്തിനായി അപ്പം നൽകുവാനായി ശിഷ്യന്മാരോട് യേശുനാഥൻ പറയുമ്പോൾ ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ടെന്നുള്ളൊരു സൂചന നൽകുന്നത് അന്ത്രയോസ് ശ്ലീഹായാണ്. ഒരിക്കൽ വിജാതീയനായ ഒരു ന്യായാധിപൻ വിശുദ്ധനോട് തൻ്റെ ദൈവത്തിനായി ബലിയർപ്പിക്കുവാനായി ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഏകസത്യദൈവത്തെ മാത്രമേ ആരാധിക്കുമെന്ന് വിശുദ്ധൻ മറുപടി പറഞ്ഞു. ഈ മറുപടിയിൽ കുപിതനായ ന്യായാധിപൻ വിശുദ്ധനെ തടവറയിലടയ്ക്കുകയും ഗുണന ചിഹ്നാകൃതിയിലുള്ള കുരിശിൽ തറച്ച് വധിക്കുകയും ചെയ്തു. കുരിശിൽ കിടന്നുകൊണ്ട് വിശുദ്ധൻ ഇപ്രകാരം പറയുന്നുണ്ട്: ഓ വിശുദ്ധ കുരിശേ, നിന്നെ പുൽകുവാനായി എനിക്ക് സാധിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. എൻ്റെ ആത്മാവ് അതിയായി സന്തോഷിക്കുന്നു. 2 ദിവസം കുരിശിൽ ജീവനോടെ കിടന്നുകൊണ്ട് അദ്ദേഹം മരണത്തെ പുൽകി. മരണത്തെ പുൽകുന്ന ആ വേളയിൽ പോലും ദൈവത്തെ പ്രഘോഷിച്ചുകൊണ്ട് അദ്ദേഹം നമുക്കെല്ലാം മാതൃകയായി നിലകൊള്ളുന്നു. വിശുദ്ധനെ പറ്റി ചിന്തിക്കുമ്പോൾ വിശുദ്ധിയെ പറ്റി ചിന്തിക്കാതെ വയ്യ. Holiness seems to be close, but hard to attain. വളരെ എളുപ്പം എത്തിച്ചേരാവുന്ന ഒരു ജീവിതാവസ്ഥയല്ല വിശുദ്ധി എന്നത്. എന്നാൽ നമ്മൾ വിശുദ്ധരായല്ലേ ജീവിക്കുന്നത്? അതെ, നാം ഓരോരുത്തരും വിശുദ്ധിയോടുകൂടെയാണ് ജീവിക്കുന്നത്. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സമയം വിശുദ്ധമായി ജീവിക്കുക എന്നല്ല, ജീവിതം മുഴുവൻ വിശുദ്ധപൂർണമാക്കുക എന്നതാണ് പ്രധാനം. അതിനായി നമ്മുടെ നിരന്തര പരിശ്രമവും ദൈവത്തിന്റെ കൃപയും നമുക്ക് അത്യാവശ്യമുണ്ട്. വിശുദ്ധ അന്ത്രയോസ് ശ്ലീഹായുടെ രക്തസാക്ഷിത്വം നാം വിചിന്തനം ചെയ്ത് നമ്മുടെയൊക്കെ ജീവിതത്തെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരാം. ഏകസത്യദൈവത്തെ ആരാധിച്ച് വിശുദ്ധിയിൽ നിലകൊള്ളുവാനായി വിശുദ്ധന്റെ സ്വർഗീയ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം.